റഷ്യ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് കടന്നു വരുന്ന ഒരു ചിന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ തണുത്ത രാജ്യമാണ്, അതായത് -ഡിഗ്രി ആണ് എന്നൊക്കെയാണ് നമ്മുടെ മനസ്സിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ മനസ്സിലേക്ക് കയറി വരുന്ന ഒരു ചിന്താഗതി. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ ഒരുപാട് ഈ ആസ്മ അലർജി അങ്ങനെയുള്ള ശ്വാസ തടസ്സങ്ങളൊക്കെ ഉള്ള ആൾക്കാർക്ക് ഉണ്ട്, ഒരുപാട് ബ്രീത്തിങ് ഇഷ്യൂസ് ഉള്ള ആൾക്കാർക്ക്. അവർക്ക് എങ്ങനെ റഷ്യയിലേക്ക് പോകാൻ പറ്റുമോ, അങ്ങനെയുള്ള ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇപ്പോൾ ഞാൻ കറന്റ് വന്നിട്ടുള്ള ഒരു കാര്യം നിങ്ങളോട് തുറന്നു പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളോട് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. കാരണം വെച്ചാൽ യക്കൂത്തിയ എല്ലാവരും കേട്ട് കാണും. യക്കൂത്തിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിൽ തന്നെ ഏറ്റവും തണുത്ത രാജ്യമാണ് റഷ്യ. ലോകത്തിൽ തന്നെ ഏറ്റവും തണുത്തുറച്ച ഐസായ ഫ്രോസിംഗ് എന്ന് പറയും. കാരണം നമ്മുടെ കൈയൊക്കെ സെക്കൻഡ് വെച്ച് ഫ്രോസ് ആകുന്ന അത്രയും തണുപ്പുള്ള പല സ്ഥലങ്ങളും റഷ്യയിലുണ്ട്. അപ്പോൾ അതിലെ ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു സ്റ്റേറ്റിനെ കുറിച്ചാണ്, ഒരു ഒബ്ലാസ്റ്റിനെ കുറിച്ചാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത്. അവിടത്തേക്ക് വന്നിട്ടുള്ള ചില ജോബ് വേക്കൻസികളെ കുറിച്ചാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായും വീഡിയോ കാണുക. കാരണം വെച്ചാൽ ഒരുപാട് പേര് ഇപ്പം ഇലക്ട്രീഷ്യനായിട്ട്, പ്ലംബറായിട്ട്, അതുപോലെ തന്നെ കൺസ്ട്രക്ഷൻ വർക്കായിട്ട്, അതായത് ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ, റോഡ് കൺസ്ട്രക്ഷൻ ഒക്കെ ആയിട്ട് ഒരുപാട് ജോബ് വേക്കൻസികൾ ഈ ഒരു യക്കൂത്തിയ എന്ന് പറഞ്ഞിട്ടുള്ള റഷ്യയുടെ ഒരു ഒബ്ലാസ്റ്റിലേക്ക് ജോബ് വേക്കൻസികൾ ഇഷ്ടം പോലെ നിരവധി വേക്കൻസികളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആൾക്കാർ എൻ്റെ അടുത്ത് വിളിച്ചിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് ബ്രോ അവിടുത്തെ സാഹചര്യം, എങ്ങനെയാണ് അവിടുത്തെ സിറ്റുവേഷൻ എന്നൊക്കെ ചോദിച്ചു ഒരുപാട് ആളുകൾ എന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാവർക്കും ആൻസർ കൊടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഈ വീഡിയോ മുഴുവൻ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടുത്തെ സാഹചര്യങ്ങളും എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കഴിയും. അതുകൊണ്ട് ഈ വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവർക്കും മല്ലു ലൈഫ് ഇൻ റഷ്യ എന്ന പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഹായ്, യക്കൂത്തിയ എന്താണ് യക്കൂത്തിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാരണം വെച്ചാൽ നമ്മൾ രാത്രി കാലങ്ങളിലൊക്കെ കാറുകളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് വെക്കും. അത് കാരണം വെച്ചാൽ രാവിലെ ആകുമ്പോൾ നമ്മുടെ കാറൊന്നും എഞ്ചിൻ സ്റ്റാർട്ട് ആവത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ രാത്രി ഫുൾ ടൈം സ്റ്റാർട്ടിങ്ങിലായിരിക്കും കാറ് പോലും വെച്ചിട്ടുണ്ടാവുക. രാവിലെ വന്നു കഴിഞ്ഞാൽ കാറ് എന്നൊരു സംഭവം, കാറോ അല്ലെങ്കിൽ ഏതെങ്കിലും നമ്മുടെ വെഹിക്കിൾസൊക്കെ ഫുള്ള് മഞ്ഞ് മൂടിയിട്ട് അവിടെ അങ്ങനെ ഒരു സംഭവം ഇല്ലാത്ത പോലെ ആയിരിക്കും ആടുത്ത ഒരു സാഹചര്യം. അത്രയും തണുപ്പ്, കൊടും തണുപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ യക്കൂത്തിയയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടുത്തെ ആ ഒരു വൈബ്, അവിടുത്തെ ആ ഒരു അവസ്ഥ, ഒരു സിറ്റുവേഷൻ എന്താണെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. കാരണം തണുപ്പിനോട് നല്ല ആഗ്രഹങ്ങളുള്ള ഒരുപാട് ആൾക്കാരുണ്ട്, തണുപ്പ് ഭയങ്കര ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഈ നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ആളുകൾക്ക് പോലും നമ്മുടെ നാട്ടിൽ വളർന്ന ഒരു സാഹചര്യത്തിൽ വളർന്ന ആളുകളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ യക്കൂത്തിയ എനിക്ക് തോന്നുന്നില്ല അത് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സോൺ ഒന്നുമില്ല. കാരണം വെച്ചാൽ -70 ഡിഗ്രി ഒക്കെ പോകുന്നു. -70 ഡിഗ്രി എന്നൊക്കെ ആലോചിച്ച് നോക്കും നിങ്ങൾ. നമ്മുടെ ഒരു വെള്ളം ഐസാൻ വേണ്ടിയിട്ട് -0 ഡിഗ്രിയാണ് വെള്ളം ഐസാൻ വേണ്ടിയിട്ട് ഉള്ളത്. അപ്പം -70 ഡിഗ്രി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി എത്രത്തോളം തണുപ്പാണെന്നുള്ളത്. അതായത് നമ്മുടെ ഇപ്പം മോസ്കോ, സെന്റ് പീറ്റേഴ്സ്ബർഗ്, അതുപോലെ തന്നെ കോസ്ത്രമ, നിജ്വിനോ, റോസ്റ്റോവ്, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ ഇന്ത്യക്കാർ ജോലി ചെയ്യുന്നുണ്ട്. പക്ഷേ നൊവൊസിബിർസ്കി, അതുപോലെ തന്നെ തുമൈൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സ്ഥലങ്ങൾ അവിടെയൊക്കെ ജോലി ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ യക്കൂത്തിയ എന്ന് പറഞ്ഞ രാജ്യത്ത് കാരണം നമുക്ക് ഇവിടുത്തെ ഒരു സമ്പ്രദായം അനുസരിച്ചിട്ട് ഈ നോർത്തിൽ ഈ പെൻഷന്റെ കാര്യം നമ്മളൊന്ന് നോക്കുകയാണെങ്കിൽ, കാരണം നോർത്തിലുള്ളവർക്ക് പെൻഷൻ കുറച്ചും കൂടി കൂടുതലായിരിക്കും. അപ്പോൾ ഇവിടുത്തെ അവിടെ വർഷങ്ങളോളം അവിടെ ജനിച്ച് അവിടെ ജീവിച്ച് വർഷങ്ങളോളം അവിടെ ഉള്ള ആളുകൾക്കാണെങ്കിൽ നോർത്തിലുള്ള ആളുകൾക്ക് പെൻഷൻ കൂടുതലായിരിക്കും. പക്ഷെ അവരുടെ ശമ്പളവും കൂടുതലായിരിക്കും പൊതുവെ നോർത്തിലുള്ള ആളുകൾക്ക്, അതായത് റഷ്യൻ്റെ നോർത്ത് ഭാഗങ്ങളിലുള്ള ആളുകൾക്ക്. അപ്പോൾ അതിൻ്റെ മെയിൻ ആയിട്ടുള്ള റീസൺ അവിടുത്തെ ഒരു തണുപ്പും ആ ഒരു തണുപ്പിനെ അതിജീവിച്ച് അവിടുത്തെ ആ ഒരു ജനത ജീവിക്കുന്നു എന്നുള്ളതൊക്കെയാണ്. അത്രയും പെൻഷനും കൂടുതൽ കിട്ടാൻ കാരണമാവുന്നത്. അതുപോലെ തന്നെ നല്ലൊരു സാലറിയും അവർക്ക് കിട്ടും. പക്ഷെ അതുപോലെ തന്നെ അവർക്ക് അവരുടെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഒരു സ്പെഷ്യൽ ലൈഫാണ് അവരുടെ. കാരണം വെച്ചാൽ അവരുടെ ഒരു ടെൻ്റൊക്കെ അടിച്ച് പിന്നെ അതുപോലെ തന്നെ ഒരു പ്രത്യേക ലൈഫാണ് അവിടെ അവരുടെ ഒരു ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ റഷ്യൻ്റെ പല ഭാഗങ്ങളിലും ഈ 3 മാസങ്ങളിൽ രാത്രി മാത്രമാവുന്ന സ്ഥലങ്ങളുണ്ട്. രാവിലെ ഇല്ല, ഒരു പകൽ എന്ന് പറഞ്ഞ സമയം സൂര്യൻ ഉദിക്കില്ല. അങ്ങനത്തെ പല സ്ഥലങ്ങളും റഷ്യയിലുണ്ട്. പിന്നെ അതുപോലെ തന്നെ രാവിലെ മാത്രമുള്ള സ്ഥലങ്ങളുണ്ട്. പിന്നെ അങ്ങനെയുള്ള ഒരുപാട് ഒരു ചെറിയൊരു മിനി വേൾഡ് എന്ന് പോലും നമുക്ക് റഷ്യയെ സൂചിപ്പിക്കാം. കാരണം വെച്ചാൽ റഷ്യയെ മെൻഷൻ ചെയ്യാം നമുക്ക്. കാരണം അത്രയും മനോഹരമായിട്ടുള്ള പല സ്ഥലങ്ങളും റഷ്യയിലുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ നമ്മൾ ഇന്ത്യൻസ് വന്ന് ജോലി ചെയ്യുന്ന സ്ഥലങ്ങൾ ഒന്ന് മോസ്കോ, 2 സെന്റ് പീറ്റേഴ്സ്ബർഗ്, പിന്നെ അതുപോലെ തന്നെ വ്ളാഡിവോസ്റ്റോക്ക്, അങ്ങനെയുള്ള പല സ്ഥലങ്ങളിലാണ് കൂടുതലും ഇന്ത്യൻസ് വന്ന് ജോലി ചെയ്യുന്നത്.
അപ്പം മോസ്കോയിലാണ് ഏറ്റവും കൂടുതൽ ഇന്ത്യൻസ് വന്ന് ലാൻഡ് ചെയ്ത് അവിടെ ജോലി ചെയ്യുന്നത്. അപ്പം മോസ്കോ അത്യാവശ്യം ഇന്ത്യൻസിന്റെ ഒരു എന്താ പറയാ, നമ്മുടെ നാടുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കാലാവസ്ഥയായിട്ട് വലിയൊരു തണുപ്പൊന്നും ഇല്ല. അത്രയും വലിയ തണുപ്പില്ല എന്ന് പറയുന്നില്ല, എന്നാലും തണുപ്പുണ്ട്. പക്ഷെ നമുക്ക് പൊരുത്തപ്പെട്ട് പോകാൻ പറ്റിയ ഒരു സാഹചര്യമാണ് ഇന്ത്യ. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ഇന്ത്യൻസ് ജോബ് വേക്കൻസികളും കൂടുതൽ അവൈലബിൾ ആയിട്ട് വരുന്നത് ഈ ഒരു സെൻട്രൽ മോസ്കോയിലൊക്കെയാണ് കൂടുതലും ജോബും കാര്യങ്ങളൊക്കെ വരുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ ആൾക്കാരും ജോബ് അന്വേഷിച്ച് വരുന്നതും ജോബ് ചെയ്യുന്നതും മോസ്കോ, സെന്റ് പീറ്റേഴ്സ്ബർഗ് ഭാഗങ്ങളിലാണ്. യക്കൂത്തിയ എന്ന രാജ്യങ്ങളിലേക്ക് ഇപ്പോൾ അങ്ങനെയുള്ള സ്റ്റേറ്റുകളിലേക്ക് ഇപ്പോൾ ഒരുപാട് വേക്കൻസികൾ അവൈലബിൾ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ മെയിൻ ആയിട്ടുള്ളൊരു സബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ യക്കൂത്തിയ എന്നുള്ള രാജ്യത്തേക്ക് അവിടുത്തെ ആ സ്റ്റേറ്റിലേക്ക് പോകുന്നവരോട് എനിക്ക് പറയാനുള്ളത്, തീർച്ചയായും നിങ്ങളെ കൊണ്ട് താങ്ങാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം വെച്ചാൽ അവിടെ അത്രയും കഠിനമായിട്ടുള്ള തണുപ്പാണ്. യക്കൂത്തയിൽ ഇപ്പോൾ ഒരുപാട് മലയാളികൾ താമസിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയില്ല. അവർ താമസിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ, ഈ വീഡിയോ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ എൻ്റെ വീഡിയോയുടെ കടയിൽ കമൻറ്റ് ചെയ്യുക, നിങ്ങൾ എന്താണ് നിങ്ങളുടെ സിറ്റുവേഷൻ എന്നുള്ളത്. കാരണം വെച്ചാൽ അവിടുത്തെ സാഹചര്യം വളരെ വളരെ കഠിനമായ തണുപ്പാണ്. തണുപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യനെ കൊണ്ട് താങ്ങാൻ പറ്റുന്ന അത്രയും ഒരു സാധാരണ അവിടെ ജനിച്ചു വളർന്നവരെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അവർക്ക് ഓക്കെയാണ്. അവർക്ക് അവിടെ ആ ഒരു രീതിയിൽ അവർക്ക് ജീവിച്ചു പോവാം. അതുപോലെ തന്നെ മോസ്കോ, സെന്റ് പീറ്റേഴ്സ്ബർഗ്, കോസ്റ്റർമാൻ, നോഗർത്ത്, വ്ളാഡിവോസ്റ്റോക്ക്, അങ്ങനെയുള്ള പല റഷ്യന്റെ പല സ്റ്റേറ്റുകളുണ്ട്. ആ സ്റ്റേറ്റുകളൊന്നും പോയ ആൾക്കാരൊന്നും യക്കൂത്തിയയിൽ പിടിച്ചു നിൽക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ട്. എസ്പെഷ്യലി റഷ്യക്കാരെ സംബന്ധിച്ച് പറയുന്നത്, റഷ്യക്കാർക്ക് പോലും അങ്ങനെയുള്ള സ്റ്റേറ്റുകളിൽ പോയിട്ട് നിൽക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം അത്രയും തണുപ്പുള്ള ഈ യക്കൂത്തിയ -70 അത്രയും തണുപ്പുള്ള ഈ സ്റ്റേറ്റിലൊക്കെ ഈ ഇന്ത്യക്കാർ പോയിട്ട് അവിടെ പുറം ജോലികൾ, അതായത് ബിൽഡിങ്ങിന് കൺസ്ട്രക്ഷൻ, പെയിന്റിങ്, പിന്നെ പ്ലംബർ വർക്ക്, ഈ വർക്കൊക്കെ എങ്ങനെ ചെയ്യാനാണ് നിങ്ങൾ ഓർത്ത് നോക്കും. -70 -30 നമ്മുടെ മോസ്കോയിലൊക്കെ പോകാറുണ്ട്. -30, -40 മോസ്കോ പോകാറുണ്ട്. പക്ഷെ -70, -75, -80 പോകുന്ന ഈ ഒരു ഇതിലേക്ക് ഒന്ന് ഓർത്ത് നോക്കുക. അത്രയും കഠിനമായിട്ടുള്ള തണുപ്പായിരിക്കും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന്റെ പല ഭാഗങ്ങളും ബ്ലഡ് സർക്കുലേഷൻ നടക്കത്തില്ല എന്ന് തന്നെ പറയാം. അത്രയും ചില സമയത്ത് കോട്ടിങ് ആവാൻ സാധ്യത. വളരെ ഡേഞ്ചർ സിറ്റുവേഷൻ ആണ്, വളരെ ക്രിട്ടിക്കലാണ്. നിങ്ങൾക്ക് കുറച്ച് സാലറി അധികം കിട്ടുമായിരിക്കും, പക്ഷേ അവിടുത്തെ ഒരു ഇന്ത്യക്കാരനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അത് വളരെ വലിയൊരു എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഒരിക്കലും അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊന്നും പോയിട്ട് ജോലി ചെയ്യുക എന്നുള്ളത് ഒരിക്കലും സാധ്യമല്ല. കാരണം വെച്ചാൽ റഷ്യൻ്റെ ഏറ്റവും തണുപ്പുള്ള ഈ സ്ഥലങ്ങളിലൊക്കെ വളരെ കുറച്ച് ജനവിഭാഗം മാത്രം. കാരണം എന്താ പറയുക, അവിടുത്തെ ജനവിഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റഷ്യക്കാരായിട്ട് ഒരു എക്സ്പെഷ്യലി അവരൊരു ആംഗ്ലോ ഇന്ത്യ, അതുപോലെ തന്നെ എന്താ പറയുക, ഫേസൊക്കെ വളരെ ഡിഫറെന്റ്. ഒരു ചൈനക്കാരുടെ ഫേസ് പോലെയാണ് അവരുടെ ഫേസും കാര്യങ്ങളൊക്കെ. പക്ഷെ അവരുടെ ആ ഒരു തണുപ്പിനെ അതിജീവിച്ച് അവിടെ ജീവിച്ച് പോകാന്നുള്ളത് അത് അവർ ജനിച്ച് വളർന്ന ഒരു സാഹചര്യവുമായി പൊരുത്തപ്പെട്ട് പോകുന്നു. കാരണം വെച്ചാൽ ആ ഒരു സ്റ്റേറ്റിൽ തന്നെ ജീവിച്ചു. അപ്പോൾ അവർക്ക് അതുമായിട്ട് കമ്പയർ ചെയ്ത് അവർ പൊരുത്തപ്പെട്ട് പോകാൻ സാധിക്കും. എസ്പെഷ്യലി ഒരു ഇന്ത്യക്കാരെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഒരിക്കലും പെട്ടെന്ന് അങ്ങനെ ആ ഒരു സാഹചര്യമായിട്ട് പൊരുത്തപ്പെട്ട് പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇങ്ങനെയുള്ള സ്റ്റേറ്റിലേക്ക് പോകുന്നതിന് മുമ്പിലായിട്ട് നിങ്ങൾ ആലോചിക്കുക. റഷ്യ തണുപ്പുള്ള രാജ്യം തന്നെയാണ്. റഷ്യ നല്ല തണുപ്പുള്ള രാജ്യമാണ്. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. പക്ഷേ യക്കൂത്തിയ എന്നുള്ള പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -70 ആണെങ്കിൽ നിങ്ങളെ കൊണ്ട് താങ്ങാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ അവിടെയും വലിയ സാലറി ഒന്നും എനിക്ക് കിട്ടും തോന്നുന്നില്ല. കാരണം വെച്ചാൽ നിങ്ങളിപ്പോൾ ഇന്ത്യയിൽ നിന്ന് വരുന്ന ആൾക്കാരാണെങ്കിൽ എസ്പെഷ്യലി ലാംഗ്വേജ് കാര്യങ്ങളൊന്നും അറിയത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് വലിയ സാലറി കിട്ടുന്നൊന്നും പ്രതീക്ഷയിൽ നിങ്ങൾ പോകണ്ട. കാരണം നിങ്ങൾക്ക് അവിടെ 1 ലക്ഷത്തി സംതിങ് ആണ് സാലറി ഒക്കെ പറയുന്നത്. എനിക്ക് തോന്നുന്നില്ല അത്രയൊന്നും കിട്ടുമെന്നുള്ളത്. 1 ലക്ഷം പോയിട്ട് നിങ്ങൾക്കൊരു അവിടെ നേരത്തെ എൻ്റെ ഒരു സുഹൃത്ത് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് അവൻ ഒരാഴ്ച പോലും വർക്ക് ചെയ്തിട്ടില്ല, അപ്പം തന്നെ തിരിച്ചു വന്നു. അപ്പോൾ അവൻ എൻ്റെ അടുത്ത് പറഞ്ഞത് വെച്ചാൽ അവിടെ എന്ന് പറഞ്ഞാൽ അവൻ ടൂറിസ്റ്റ് എന്നുള്ള രീതിയിൽ പോയി ജോലി നോക്കാനും, അതായത് ടൂറിസ്റ്റ് എന്നുള്ള രീതിയിൽ പോയതാണ്. അപ്പോൾ അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു വെച്ചാൽ വളരെ ഡിഫിക്കൽട്ടാണ് അവിടുത്തെ സാഹചര്യം. അതുപോലെ തന്നെ അവിടെ നിൽക്കുക എന്നുള്ള ജോലി ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കഠിനമാണ്. പക്ഷെ റൊട്ടി അതുപോലെ തന്നെ അങ്ങനെയുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിച്ച് ജീവിക്കുന്ന ആൾക്കാരാണ്. സൂപ്പ്, റൊട്ടി അങ്ങനെയുള്ള ഭക്ഷണങ്ങളാണ് കൂടുതലും അവിടുത്തെ ആഹാരങ്ങൾ. അവർ ഈ ഉച്ചക്ക് സൂപ്പും കാര്യങ്ങളൊക്കെ, ആടിൻ്റെ സൂപ്പ് അങ്ങനെയുള്ള സൂപ്പും കാര്യങ്ങളൊക്കെയാണ് അവിടെ കഴിച്ച് ജീവിക്കുന്നത്. അപ്പോൾ റൊട്ടിയും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ഈ ചഷ്ലിക്ക് എന്നൊക്കെ പറയും, റഷ്യയിൽ ചഷ്ലിക്ക്, റൊട്ടി, അതുപോലെ തന്നെ സൂപ്പ് അങ്ങനെയുള്ള സംഭവം നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ വളരെ ഡിഫിക്കൽട്ടാണ്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പിലായിട്ട് നിങ്ങൾക്ക് എന്തായാലും ഇത്രയൊന്നും സാലറി ഒരിക്കലും കിട്ടത്തില്ല. നിങ്ങൾക്ക് സ്റ്റാർട്ടിങ് സാലറി ഞാൻ ഇവിടെ റഷ്യയിൽ സ്റ്റാർട്ടിങ് സാലറി ഒരു 40 ആയിരിക്കും നിങ്ങൾക്ക് മിനിമം സ്റ്റാർട്ടിങ്ങിൽ തുടങ്ങുക, സ്റ്റാർട്ടിങ് സാലറി. അപ്പോൾ അല്ലാതെ വലിയൊരു വാഗ്ദാനങ്ങളൊക്കെ വിശ്വസിച്ച് നിങ്ങൾ പോകണ്ട.
ഇത്രയും വലിയ സാലറി ഒന്നും നിങ്ങൾക്ക് ഒരിക്കലും അവിടെ അങ്ങനെയുള്ള സ്ഥലങ്ങളൊന്നും കിട്ടത്തില്ല. മോസ്കോയിൽ പിന്നെയും അത്യാവശ്യം കുഴപ്പമില്ലാത്ത സാലറി കിട്ടും. അത് കാരണം വെച്ചാൽ അവിടെ നിങ്ങൾ പണിയെടുത്ത് എക്സ്പീരിയൻസ് ഒക്കെ ആയതിനു ശേഷം കിട്ടും. പിന്നെ നിങ്ങളിവിടെ പണി എടുത്ത് നിങ്ങൾക്ക് എസ്പെഷ്യലി ഭാഷയും കാര്യങ്ങളൊന്നും അറിയില്ല, ലാംഗ്വേജ് അറിയത്തില്ല, ഒന്നും അറിയില്ല, പണി മാത്രം അറിഞ്ഞുകൊണ്ട് കാര്യമില്ല. ഇവിടുത്തെ പണി അവിടുത്തെ പണി ഒരുപാട് വ്യത്യാസമുണ്ട്. പിന്നെ നമ്മുടെ നാട്ടിലെ സാഹചര്യം പൊരുത്തപ്പെട്ട് നമ്മുടെ നാട്ടിലെ സാഹചര്യമായിട്ട് ഒരിക്കലും ഈ ഒരു സ്റ്റേറ്റ് റഷ്യയിലെ ഈ സ്റ്റേറ്റുമായിട്ട് കമ്പയർ ചെയ്യരുത്. അതുകൊണ്ട് നിങ്ങൾക്ക് പോകുന്നവർ പോവാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ എത്രയാണ് സാലറി, എത്ര കിട്ടും എന്നുള്ളത് കറക്റ്റ് കൺഫേം ആക്കുക. ഒരു നോട്ടറിൻ്റെ ഒരു എഗ്രിമെന്റ് എഴുതുക. എഗ്രിമെന്റ് എഴുതിയിട്ട് കറക്റ്റ് പറയുക. കാരണം വെച്ചാൽ നാളെ അത് നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടുത്തെ സാഹചര്യം പിടിക്കത്തില്ല, ഇത് പിടിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നാളെ ഈ പോകുന്ന ആൾക്കാർ നിങ്ങൾക്കെതിരെ തിരിയാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു എഗ്രിമെന്റും കാര്യങ്ങളൊക്കെ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നാളെ എന്തെങ്കിലും വിഷയം വരാണെങ്കിൽ ആ എഗ്രിമെന്റിൽ വെച്ച് നിങ്ങൾക്ക് ലീഗലായിട്ട് മുമ്പോട്ട് പോകാം. അതുകൊണ്ടാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇവർ ഈ പറയുന്നത് 1 ലക്ഷത്തിന്റെ മുകളിലൊക്കെയാണ് സാലറി പറയുന്നത്. ഇല്ലാത്ത കഥകൾ പ്രചരിപ്പിക്കുകയാണ്. ഇവിടെ ആരും വന്നിട്ട് 1 ലക്ഷത്തിന്റെ മുകളിൽ നിന്ന് ഫസ്റ്റ് സ്റ്റാർട്ടിങ് സാലറി കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ സാലറി കിട്ടുന്ന ആൾക്കാരുണ്ട് 80, 70, 75 മുതൽ 90 കിട്ടുന്ന ആൾക്കാരുണ്ട്. പക്ഷേ അവർ ചിലവും കാര്യങ്ങളൊക്കെ വേറെ എക്സ്ട്രാ പോവുകയും ചെയ്യുന്നുണ്ട്. നമ്മൾ എത്രത്തോളം ചിലവാക്കുന്നു അതിനനുസരിച്ചിരിക്കും. അപ്പോൾ മോസ്കോയിലൊക്കെ കുഴപ്പമില്ല സാലറിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷേ അത്രയൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. കൂടുതൽ പ്രതീക്ഷയായിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കിട്ടാതിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളായിട്ടൊന്ന് പറയണമെന്ന് വിചാരിച്ചു. പിന്നെ ഒരുപാട് വേക്കൻസികൾ ഇങ്ങനെ വരുന്നുണ്ട് ഈ യക്കൂത്തിയ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക്. അപ്പോൾ യക്കൂത്തിയെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഈ വീഡിയോയിലൂടെ നിങ്ങളായിട്ട് അവതരിപ്പിക്കാമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇങ്ങനെയുള്ള നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ കാണുന്നവരെല്ലാവർക്കും ബൈ.